എടാ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കേണ്ടത് ഇവിടെ ശ്രദ്ധിച്ചാൽ ഞാൻ എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് എഴുതുവാണ് 1 2 3 4. ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതുന്നത്? ഇതിന്റെ 1 2 എന്ന് പറയുന്ന റോ ഞാൻ അത് കോളമാക്കി താഴത്തേക്ക് എഴുതും. ഇനി 3 4 എന്ന് പറയുന്ന കോളം താഴത്തേക്ക് എഴുതും. ഇങ്ങനെ തിരിച്ചെഴുതുന്നതിനാണ്, റോസും കോളംസും ചേഞ്ച് ചെയ്ത് എഴുതുന്നതിനാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ട്രാൻസ്പോസ് എന്ന് പറയുന്നു. കേട്ടല്ലോ. ഇനി ട്രാൻസ്പോസിന് നമ്മൾ എ എഴുതി മേളിൽ ശ്രദ്ധിച്ചോളണം. എ എഴുതി മുകളിൽ ടി കൊണ്ടും റെപ്രസെന്റ് ചെയ്യും, എ എഴുതി മേളിൽ ഒരു വരയും റെപ്രസെന്റ് ചെയ്യും, എ കോംപ്ലിമെന്റ് ഇടുന്ന പോലെ. കേട്ടല്ലോ. അപ്പോ ഇങ്ങനെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ, ഞാൻ എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എനിക്ക് ആ സെയിം മെട്രിക്സ് തന്നെ കിട്ടിയാൽ ആ മെട്രിക്സിനെ നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. എന്താണ്? സിമെട്രിക് മെട്രിക്സ്. കേട്ടല്ലോ. ഇനി ഞാൻ എ ട്രാൻസ്പോസ് എടുത്തപ്പോ എനിക്ക് എ കിട്ടി, പക്ഷെ എല്ലാത്തിനും ഒരു നെഗറ്റീവ് സൈൻ കിട്ടി, അതായത് മൈനസ് എ കിട്ടി എന്ന് വിചാരിച്ചു. അതിനെ പറയുന്ന പേരാണ് സ്ക്യൂ സിമെട്രിക്. എന്താണ്? സ്ക്യൂ സിമെട്രിക്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. എ ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, ദെൻ എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ. രണ്ടാമത്തെ ചോദ്യം നോക്ക്. ഇഫ് എ ഈസ് എ സിമെട്രിക് മെട്രിക്സ്, ദെൻ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ദാറ്റ്സ് ഓൾ.